ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. നിങ്ങളുടെ കുടുംബവും ഒരുപാട് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഇന്നലെ രാവിലെ വാട്സപ്പിൽ എൻ്റെ ഒരു ആത്മീയ സുഹൃത്തുക്കളിൽ ഒരാളായ ഒരു സഹോദരി വലിയ സ്നേഹത്തോടെ എനിക്കയച്ച ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ ചേച്ചി എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് പ്രാർത്ഥനാ രീതി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇന്നലെ മുതൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പൊന്നുമക്കളെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് എൻ്റെ ഉള്ളിൽ വലിയൊരു ദൈവസ്നേഹം നിറയുന്നൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും ഇത് പറഞ്ഞു തരാം, നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടും. കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മനസ്സിലെ ഇടയ്ക്കൊക്കെ നമ്മെ വേദനിപ്പിച്ചവരെക്കുറിച്ചും നമ്മെ സ്നേഹിക്കുന്നവരെക്കുറിച്ചുമൊക്കെയുള്ള നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കയറി വരാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തല്ലേ ജോലിക്കിടയിലൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ നമ്മിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരെക്കുറിച്ചോ ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ എപ്പോഴും ആരെക്കുറിച്ചെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ സമയം നമ്മളൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? ഒന്നും തന്നെ ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ അവരിലെ നന്മകളും ചിലപ്പോൾ അവരിൽ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന ഓർമ്മകളും ഒക്കെ മനസ്സിലിങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ട് നടക്കും. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും അല്ലേ? എന്നാൽ ഇനി മുതൽ അതിനൊരു മാറ്റം വരണം. ആരെക്കുറിച്ച് നിങ്ങൾ ഓർത്താലും ഇപ്പോൾ മുതൽ, ഈ സമയം മുതൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? അവർക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. വലിയ പ്രാർത്ഥനയൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലാം അവരെ സമർപ്പിച്ച്. അതല്ലെങ്കിൽ ഒരു പിതാവിനും പുത്രനും എന്ന ത്രിത്വസ്തുതി പ്രാർത്ഥനയുണ്ടല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ആ ഒരു ത്രിത്വസ്തുതി പ്രാർത്ഥന അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊന്നും പറ്റാത്തവർ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും കുറിച്ച് പെട്ടെന്ന് മനസ്സിലേക്കൊരു ഓർമ്മ വന്നാൽ എൻ്റെ ഈശോയെ അവനെ അല്ലെങ്കിൽ അവളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒറ്റ വരി പ്രാർത്ഥന മതി. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. ജീവിതം അപ്പാടെ മാറി മറിയും. അതുപോലെ നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതോടൊപ്പം നിങ്ങളുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആരെക്കുറിച്ചും മനസ്സിൽ തിന്മ നിരൂപിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. കാരണം ആരെ നമ്മൾ മനസ്സിൽ ഓർമ്മ വന്നാൽ അപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെക്കുറിച്ച് തിന്മയെ ഓർക്കാൻ? ആരെക്കുറിച്ച് നമുക്ക് തിന്മയെ ഓർക്കാനോ ഒന്നും നമുക്ക് പിന്നെ പറ്റാതെയായി പോവും. ഇതിലൂടെ ആത്മീയമായി നമുക്ക് ഒത്തിരി വളരാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിലായിരിക്കാൻ, ദൈവ സാന്നിധ്യത്തിലൊക്കെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നലെ എൻ്റെ ആ കൂട്ടുകാരി ചേച്ചി വിട്ട വോയിസിൽ ആ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. മോളെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോഴെല്ലാം ഞാൻ മോൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന്. അയ്യോ, അത് കേട്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമുക്കൊക്കെ ഒരുപാട് പ്രാർത്ഥന കിട്ടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴിയാണിത്. ഇതിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നോ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് പറയണം, എന്നെക്കുറിച്ച് നിൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോഴൊക്കെ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ചവെക്കണേ എന്ന് പറയണം. നമ്മളും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന കൊണ്ട് അവർക്ക് സംഭവിക്കാനിരിക്കുന്ന അനർത്ഥങ്ങൾ, ആപത്തുകളൊക്കെ മാറിപ്പോയാലോ? അത് ഒരു വലിയ ദൈവാനുഗ്രഹമല്ലേ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോട്ടോ. ഇനി മുതൽ ആരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വന്നോ, നിങ്ങളുടെ മനസ്സിൽ എന്തോർമ്മ വന്നാലും ആ സാഹചര്യത്തെ അല്ലെ ആ സംഭവത്തെ ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് അപ്പം തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ പ്രാർത്ഥന ഒരു കൊന്തയൊന്നും ഇരുന്ന് ചൊല്ലണ്ട. ഒരു കുഞ്ഞു പ്രാർത്ഥന അവർക്ക് വേണ്ടി, ഒന്നും പറ്റാത്തവരെ ഈശോയെ അവരെ അനുഗ്രഹിക്കണമല്ലേ, അങ്ങനെ പ്രാർത്ഥിച്ചാലും മതി.
ഇത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്കും ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ്. എനിക്ക് ഇത് പറഞ്ഞു തന്ന ചേച്ചിയുടെ കസിൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ആ സഹോദരിക്ക് പിന്നീട് ജീവിതത്തിൽ വലിയ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരി മാറ്റങ്ങളുണ്ടായി എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നിറയുന്ന ഒരനുഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയാ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമല്ലേ? എന്നെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്താൽ മറക്കാതെ എനിക്കും വേണ്ടി ഒരു നന്മ നിറഞ്ഞു മറിയും ചൊല്ലണേ. അതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ ഈ വോയിസ് ഓഫ് ഗോഡിനെ കുറിച്ച് ഇതിലെ കമൻറ്റൊക്കെ ഇടുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കമൻറ്റുകളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. അപ്പം ഇന്നലെ മുതൽ ഞാനും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് പരസ്പരം സ്നേഹിച്ച് ഈശോയിലേക്ക് നമുക്ക് വളരാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.